PMC പദ്ധതിക്കെതിരെ UDSFന്റെ മാർച്ച് കാസർഗോഡ് നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസുമായി രൂപം കണ്ടത് UDFന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ പ്രതിഷേധ മാർച്ച് ഈ ദിവസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. UDFന് മാത്രമല്ല LDFിലെ തന്നെ AASFിന്റെ AYFന്റെയും അടക്കമുള്ള വലിയ പ്രതിഷേധങ്ങൾ അവർ ഈ അടുത്ത കാലത്ത് നടത്തിയ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ PMC പദ്ധതിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ പ്രതിഷേധങ്ങൾക്ക് ഫലം കാണുന്നെന്ന് വേണം ആ കരാറിൽ നിന്ന് പിന്മാറ്റാനുള്ള അല്ലെങ്കിൽ ആ കരാർ മരവിപ്പിക്കാൻ, ഇനി ഉപസമിതി ആണെങ്കിലും അല്ലെങ്കിലും ആ കരാർ മരവിപ്പിക്കാനുള്ള താൽക്കാലികമാണെങ്കിലും അല്ലെങ്കിലും ആ കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിൽ കൂടി വ്യക്തമാവുന്നത്. എന്തായാലും ആ പ്രതിഷേധം അവിടെ തുടരുകയാണ്. അരുൺ പാറക്കൽ ചേർന്നു. അരുൺ, UDSFന്റെ പ്രതിഷേധം എങ്ങോട്ടേക്കായിരുന്നു? കേരളത്തിന്റെ ഇക്കാലം അത്രയും തുടർന്നു വന്ന രാഷ്ട്രീയ പ്രതിരോധത്തെ ഒറ്റിക്കൊടുക്കലാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ഈ പോയ ദിവസങ്ങളിലൊക്കെ UDSFന്റെയും LDFന്റെ തന്നെ AASFന്റെയും AYFന്റെയും LDFന്റെ ഭാഗമായി നിൽക്കുന്ന CPIയുടെ വിദ്യാർത്ഥി സംഘടനകളായ ASFന്റെയും YFന്റെയും ഒക്കെ ഈ ദിവസങ്ങളിലെ പ്രതിഷേധ മാർച്ച് No to NEP എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം കൊണ്ട് തന്നെ UDSFും സമരമുഖത്ത് തന്നെയായിരുന്നു. ഇപ്പോൾ കാസർഗോഡാണ് ആ സമരം. ആ സമരത്തിൽ കുറേയധികം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിനകത്ത് കയറ്റിയെന്ന് തോന്നുന്നു. ബാക്കി വിദ്യാർത്ഥികളെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തുന്നു. അറസ്റ്റിനെ വിദ്യാർത്ഥികൾ ചെറുക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ SFന്റെയും YFന്റെയും സമരത്തിലുണ്ടായതുപോലുള്ള വാട്ടർ ഈ പറയുന്ന എന്താണ് ജലപീരങ്കി പ്രയോഗമൊന്നും ഇങ്ങോട്ടേക്ക് ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അരുൺ പാർക്കിൽ ചേരുന്നു. അരുൺ, UDSFന്റെ സമരത്തിന്റെ പ്രവർത്തക പങ്കാളിത്തം എങ്ങനെയായിരുന്നു? അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ അവരെ? ഹഷ്മി, UDSFന്റെ സമരം ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ റോഡ് ഉപരോധിക്കുകയാണ്. അതായത് ദേശീയപാതയുടെ താഴെ സർവീസ് റോഡാണ് ഉപരോധിക്കുന്നത്. കാസർഗോഡ് നഗരത്തിലാണ് ഈ പ്രതിഷേധം. വാഹനങ്ങൾ ഒന്നടങ്കം ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതിനിടയ്ക്ക് KSU ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കം നടത്തി. അതിനിടയ്ക്കാണ് ജില്ലാ പ്രസിഡന്റിനെ വലിച്ചിഴച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ ബസ്സിനകത്തേക്ക് സമരത്തിന് തുടക്കമാണ്. ഇനിയും സമരം മുമ്പോട്ട് പോകും. ഇത് തൽക്കാലം നിർത്തിവെച്ചു അതുകൊണ്ട് നമ്മൾ നിർത്താൻ അവസാനിക്കുന്നില്ല. ഇത് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് പിൻവലിച്ചാലല്ലാതെ സമരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹഷ്മി, അത് തന്നെയാണ്. പ്രവർത്തകർ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. KSU ജില്ലാ പ്രസിഡന്റിനെ റോഡിലൂടെ വലിച്ചിഴച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റ് KSU പ്രവർത്തകരും MSF പ്രവർത്തകരും പോലീസുമായി തർക്കത്തിലേർപ്പെട്ടത്. ഇപ്പോൾ പ്രവർത്തകരെ റോഡിൽ നിന്ന് വാഹനത്തിന് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്, ബസ്സിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഈ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് മുൻപിൽ റോഡ് തടഞ്ഞുകൊണ്ട് ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. നേരത്തെ പ്രതിഷേധം ആരംഭിച്ചിരുന്നെങ്കിലും പക്ഷേ ഇവർ റോഡ് ഉപരോധിച്ചിരുന്നില്ല. പിന്നീടാണ് ഈ റോഡ് ഉപരോധത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഈ പ്രവർത്തകരെ ഉൾപ്പെടെ ബസ്സിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.